മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനാണെങ്കിൽ പ്രതാപനെയും കൂട്ടിയിട്ട് ഒരു വിധത്തിൽ കരുണാലയത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുകയാണ്, ഇവൻ ഇങ്ങനെ വിട്ടാ ശരിയാകില്ല, എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്താക്കും. പിന്നെ നിങ്ങളുടെ മരുമകളുടെ അമ്മായിയമ്മയെ കൊന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും നിങ്ങളും ജയിലിനകത്ത് കിടക്കുമെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ചോ, അല്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഗംഭീരമായി തന്നെ ഫംഗ്ഷനൊക്കെ അവസാനിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുന്നുണ്ട്. അതിനിടയിൽ ദുർഗ തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മഹി ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഒത്തുകൂടുന്നുണ്ട്. ലേഖയുടെ വീട്ടിലേക്ക് പോണോ, അതോ 7-ാം മാസം ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ചടങ്ങിന്റെ ഭാഗമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് പോലെ അമ്മയോടൊപ്പം പോണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എന്നോടൊപ്പം മഹി 2 ദിവസം വന്ന് നിൽക്കട്ടെ, അതിനുശേഷം ലേഖയുടെ ഒപ്പം വിട്ടയക്കാം. അവിടെ വന്ന് നിൽക്കുന്നതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ കണ്ണൻ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും മോഹിനി പറയുകയാണ്, ഇപ്പോൾ അയാൾ കുഴപ്പമില്ല, എല്ലാം കൊണ്ട് മഹിയെ അനുകൂലിക്കുന്ന തരത്തിലാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ സമ്മതം മൂടുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയോട് ചെന്ന് റെഡിയായിട്ട് വരാനൊക്കെ ആയിട്ട് പറയണം. അങ്ങനെ മഹിയും മോഹിനിയും എല്ലാവരും ചേർന്ന് റെഡിയായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താൻ എന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ട, ഞാനും കൂടെ വരാമെന്നിങ്ങനെ കണ്ണൻ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല കണ്ണേട്ടാ, ഞാൻ പോയിക്കോളാം എന്നിങ്ങനെ മഹി പറയുന്നു. അതെന്താടോ, ഞാൻ അങ്ങോട്ട് വരുമ്പോഴൊക്കെ താൻ ഇപ്പൊ തടയുന്നത്? ആദ്യമൊക്കെ തനിക്ക് തന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നത് ഇഷ്ടമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇപ്പോ അവിടുത്തെ അച്ഛന്റെ അവസ്ഥ അതല്ലേ, അതുകൊണ്ടാണെന്നൊക്കെ കരുണ പറയുന്നു. ആരും ഒന്നും പറയണ്ട, എന്റെ ഭാര്യ മഹാലക്ഷ്മിയെ കൊണ്ടാക്കാനായിട്ട് ഞാനും വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മോഹിനിയും തടയിടുകയാണ്. എല്ലാവരും എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അയാൾക്ക് എന്നോട് എന്തോ വലിയ കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ പ്രതാപൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എല്ലാവരും ചേർന്ന് അത് തടയാൻ നോക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അച്ഛനെ കുറിച്ച് എന്ത് മോശം ആണ് അയാൾ പറയാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണം. എൻ്റെ ഈ ചെവി കൊണ്ട് എനിക്ക് കേൾക്കണം. അതുകൊണ്ട് എന്നെ ആരും തടയാൻ നിൽക്കേണ്ട, ഞാനും മഹാലക്ഷ്മിക്കൊപ്പം അവിടേക്ക് വരുന്നുണ്ടെന്ന് ഇങ്ങനെ കണ്ണനാണെങ്കിൽ തറപ്പിച്ച് പറയുന്നു. ഇത് കേൾക്കുന്ന മോഹിനിക്കും കരുണയ്ക്കും മഹാലക്ഷ്മിക്കും ആകെ ഷോക്കാവുകയാണ്. അവർക്കാണെങ്കിൽ കണ്ണനെ തടയാനായിട്ട് സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണൻ തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കും എന്ന് ഉറപ്പില്ലാതെ മഹാലക്ഷ്മിയും കണ്ണനും മോഹിനിയും ചേർന്ന് കരുണാലയത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഈ സമയത്തിൽ തന്നെ കരുണയാവട്ടെ പക്കപ്പോട് കൂടിയിട്ട് വാമദേവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അമ്മാവൻ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ കാര്യങ്ങളൊക്കെ തന്നെ കുളമാകും. ഇവിടെ നിന്നും കണ്ണേട്ടനും മഹാലക്ഷ്മിക്കൊപ്പം പുറപ്പെട്ടിട്ടുണ്ട്. അച്ഛനും കണ്ണേട്ടനും കണ്ടാലുള്ള കാര്യം അറിയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അത് ഡേഞ്ചർ ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ വന്നിട്ട് തന്നെ അവനെ ഒന്ന് പിടിച്ചു കെട്ടാൻ പെട്ട പാട് ഞങ്ങളോട് ചോദിക്കണം. എന്തായാലും എങ്ങനെയെങ്കിലും ഞാനത് ഡീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വാമദേവൻ ഫോൺ വെക്കുകയാണ്. കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. ഇന്നത്തോട് കൂടിയിട്ട് എല്ലാം അവസാനിക്കുമ്പോൾ ഇന്ന് കരുണ ഭയപ്പെടുന്നു. അങ്ങനെ വാമദേവൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും ഇപ്പൊ എത്തും. ആ പ്രതാപനെ റൂമിനകത്ത് പൂട്ടിയിടുന്നതായിരിക്കും നല്ലതെന്നും തുറന്നു വിട്ടാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്നും നിങ്ങളുടെ മരുമകളടക്കം എല്ലാവരും എല്ലാം അറിയുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി വേഗം തന്നെ പ്രതാപന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ പ്രതാപ, ആ കണ്ണൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ദയവ് ചെയ്ത് നീ എന്നോട് ചതി ചെയ്യരുത്. ആ കണ്ണനോട് ഒരു കാര്യങ്ങളും തുറന്നു പറയരുത്. എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. നീ എന്റെ പൊന്നു മോനല്ലേ എന്നൊക്കെ പറയുമ്പോൾ തള്ളേ, ആ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം വിഷമിച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് പോയത്. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. സത്യങ്ങൾ തുറന്നു പറയാതെ എൻ്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു പോകില്ല. അതുകൊണ്ട് ഞാൻ കണ്ണനോട് എല്ലാ സത്യങ്ങളും പറയും. നിങ്ങൾ എല്ലാവരും മലയാളികളാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കും. എന്നിട്ട് ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാം. എൻ്റെ വിശ്വനാഥനെ ചതിക്കാനായിട്ട് എനിക്കിനി കഴിയില്ല. അവൻ എന്നോട് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇനി എനിക്കിത് മറച്ചു വയ്ക്കാൻ കഴിയില്ല. കണ്ണൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ കണ്ണനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും മഹാലക്ഷ്മിയും മോഹിനിയും കണ്ണനും എത്തുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ആകെ വല്ലാതെയാവുകയാണ്. ഇനിയെങ്ങാനും കണ്ണൻ പ്രതാപന്റെ റൂം തുറന്ന് അവന്റെ അടുത്തേക്ക് പോകുമോ എന്നൊക്കെ തന്നെ ഭയക്കുന്നു. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കണ്ണൻ കാണാതെ മഹാലക്ഷ്മിയോടും മോഹിനിയോടും ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, അവനെ അവിടെ തന്നെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, പക്ഷെ കണ്ണേട്ടന് നല്ല ഡൗട്ട് ഉണ്ട്,
അച്ഛൻ ഇവിടെ നിന്നും അങ്ങോട്ട് വന്നതാണ് ആകെ പ്രശ്നമായത്. അല്ലെങ്കിൽ കണ്ണേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് എല്ലാത്തിനും ഒരു അവസാനമാണെന്നൊക്കെ പറയുമ്പോൾ ദേ നീ കൂടിയാ പെടാൻ പോകുന്നത്. നിന്റെയും കണ്ണന്റെയും ജീവിതവും തീരുമാനമാകുന്നൊക്കെ പറയുമ്പോ അമ്മ ഒരുപാട് ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയെ ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും കണ്ണൻ സത്യങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.